നമസ്കാരം, ഞാൻ പ്രിൻസ് ജോർജ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് എംഐയുടെ ഒരു പ്രൊഡക്റ്റാണ്. എംഐയുടെ പോർട്ടബിൾ ഇലക്ട്രിക്കൽ എയർ കംപ്രസർ ഏറ്റവും പുതിയ മോഡലായ 1S എന്ന് പറയുന്ന മോഡലാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ അൺബോക്സിങ്ങും ചെയ്ത് നോക്കാം. ഈ 1S എന്ന് പറയുന്നത് പുതിയ മോഡലാണ്. പഴയ പാക്കിങ്ങും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. എന്തായാലും നല്ല അടിപൊളി കേസിലൊക്കെയാണ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ കാണാം. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഉള്ളത്. സെൻറ്ററിലായി ഒരു ഡിസ്പ്ലേ ഉണ്ട്. പൊതുവേ ഒരു ഒതുങ്ങിയ മോഡലാണ്. കൊണ്ടു നടക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതിൻ്റെ താഴ്വശത്താണ് ചാർജിങ് പോർട്ട് വരുന്നത്. അത് സി പോർട്ടാണ്. നേരത്തെയുള്ള മെഷീനിൽ സി പോർട്ടല്ല ചാർജിങ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് സി പോർട്ട് ആക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ പിന്നെ വലിച്ചു വരുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവും. നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. മെഷീനകത്ത് തന്നെ ഇൻബിൽറ്റായിട്ട് കുറേ സെറ്റിങ്ങുകളുണ്ട്. അത് വലത്തുവശത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് സൈക്കിളിന് അടിക്കാനുള്ള പ്രഷർ, ബൈക്കിനടിക്കാനുള്ള പ്രഷർ, കാറിനടിക്കാനുള്ളത്, പിന്നെ ബോളുകൾക്ക് അടിക്കാനുള്ളത്, ഇങ്ങനെയെല്ലാം ഇൻബിൽറ്റായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുകയാണ്. പഴയ മെഷീനിൽ ഈ LED ഡിസ്പ്ലേ മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. രാത്രിയായാലും പകലായാലും അത് വ്യക്തതയോടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ മെഷീന് ബാറ്ററി ബാക്കപ്പ് കുറവായിരുന്നു. എന്നാൽ ഈ മെഷീന് ഇച്ചിരി ബാറ്ററി ബാക്കപ്പ് കൂടുതലാണ്. ഇതേ ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസമായിട്ട് കാണാനുള്ളൂ. ഡിസ്പ്ലേയുടെ കാര്യമൊന്നും വലിയ കാര്യമായിട്ട് പറയാനില്ല. എന്നാൽ ഇതിനെക്കാട്ടിൽ 500 രൂപ കുറവാണ് ആ മെഷീന്. ഇതിൻ്റെ വില 2999 രൂപയാണ്. അതപ്പം ഇവരുടെ എംഐയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാലും എംഐയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചാലും ഇതേ വില തന്നെയാണ്. നമ്മുടെ മെഷീന് ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു വെള്ള ലൈറ്റ് ഉണ്ട്. അത് കത്തി തന്നെ നിൽക്കും. ഓൺ ചെയ്യുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുന്നത് നല്ല സൗണ്ടിലാണ്. എന്തായാലും ഇത് യാത്രയിലൊക്കെ കൊണ്ടു നടക്കാൻ സൗകര്യമുള്ളൊരു മോഡൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്. പിന്നെ എല്ലാ പ്രൊഡക്റ്റിനകത്തെ പോലെ തന്നെ ഇതിനകത്തും ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആക്സസറീസായിട്ട് നമുക്ക് ബോളിനകത്ത് കാറ്റടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നീഡിൽ വരുന്നുണ്ട്. പിന്നെ ഒരു സി പോർട്ടിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ അതിന് എക്സ്ട്രാ ഒരു കണക്ടറൂടെ വരുന്നുണ്ട്. അവർ എക്സ്ട്രാ ഒരു കണക്ടർ ഇട്ടേക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ത്രെഡോ വല്ലതും വെട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടാമത് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഓൺലൈനിൽ പോലും അത് വാങ്ങിക്കാൻ കിട്ടാറില്ല. അതിനുവേണ്ടി ഇവർ എക്സ്ട്രാ ഒരു കണക്ടർ ഇട്ടിട്ടുണ്ട്. ആ കണക്ടർ വളരെ ഒരു ഉപകാരപ്രദമായ ഒരു സാധനമാണ്. അത് കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്താൽ മതി. അതിനാണ് അവർ ആ കണക്ടർ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷീനിൽ അതിൻ്റെ എത്രയാണ് പ്രഷർ വേണ്ടിയെന്നതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ 31 വെച്ചേക്കുന്നത്. 31 ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് അത് കട്ടാവും. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് 30 ഉള്ളായിരുന്നു. അത് 31 ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് കട്ടാവും. അത് നല്ലൊരു പ്രയോജനമാണ്. നമുക്ക് പ്രഷർ നോക്കാനും ഇത് വളരെ ഒരു എളുപ്പമാണ്. ഇപ്പോൾ എത്ര പ്രഷർ ഉണ്ടെന്ന് നോക്കാൻ തന്നെ എളുപ്പമാണ്. ഞാൻ ഫ്രണ്ടിലെ വീലിന് 30ഉം ബാക്കിലെ വീലിന് 31ഉമാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ 31 അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. 31 ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ലായി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓഫാവും. അത് നല്ലൊരു പ്രയോജനമുള്ളൊരു കാര്യമാണ്. അത് കൂടുതൽ പ്രഷറുമാകത്തില്ല, കുറഞ്ഞ പ്രഷറും പോകത്തില്ല. നമുക്കിപ്പം പ്രഷർ ഇല്ലാതെ തന്നെ അത് എത്ര പ്രഷർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനും സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ.